സ്മോക്കിംഗ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുക. സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 40 ബീഡിയോ അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്ട്രോക്ക് വരാൻ ചാൻസ് വളരെ 10 ടൈംസ് ആണ്. ആൽക്കഹോൾ ആദ്യം കുറയുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ കൂടും. ഇപ്പോൾ BP കുറയുന്ന ആൾ BP കൂടും, ഹാർട്ടിൻ്റെ പ്രശ്നം ഇമ്പ്രൂവ് ചെയ്യുന്ന ആൾ ഹാർട്ടിൻ്റെ പ്രശ്നം ബുദ്ധിമുട്ടാവും. അങ്ങനെ ഒരു നെഗറ്റീവ് എഫക്റ്റാണ് ആൽക്കഹോൾ വരിക. പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക്. എല്ലാ റിസ്ക് ഫാക്ടേഴ്സ്, നമ്മളെ വെയിറ്റ് കൂടുതൽ, ഭക്ഷണ ക്രമീകരണം, സ്ട്രെസ്സ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹൈ കൊളസ്ട്രോൾ, ഹാർട്ടിൻ്റെ കുഴപ്പങ്ങൾ, രക്തകോശ കുഴപ്പങ്ങൾ, ക്ലോട്ടിങ്ങിൻ്റെ കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ പലതരം ആവശ്യമില്ലാത്ത മരുന്നുകൾ, കുറേ കാര്യങ്ങളുണ്ടാവും. ഒരു വർക്കൗട്ട് എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യായാമം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് എക്സസൈസ്. അതുപോലെ തന്നെ വേറൊന്നാണ് നല്ല കറക്റ്റായുള്ള ഭക്ഷണം, കറക്റ്റായുള്ള ഉറക്കം, കറക്റ്റായുള്ള ഫ്രണ്ട്ഷിപ്പ്, സോഷ്യൽ ആക്ടിവിറ്റീസ്, വായന ശീലങ്ങൾ, ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് ലോക പക്ഷാഘാത ദിനമാണ്, സ്ട്രോക്ക് ഡേ. ലോകത്ത് പക്ഷാഘാതം വന്ന് മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊപ്പം ഡോക്ടർ ഉമ്മർ കാരാടാണ്. നമസ്കാരം. ഡോക്ടർ, നമുക്ക് ഈ പക്ഷാഘാത ദിനത്തിൽ, ഈ സ്ട്രോക്ക് ഡേയിൽ പക്ഷാഘാതത്തെക്കുറിച്ച് ആളുകൾക്കുള്ള ഭീതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ 60 വയസ്സ് കഴിയുമ്പോഴേക്കും പക്ഷാഘാതം വരാനുള്ള സാധ്യത കൂടുന്നു എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ 60 വയസ്സ് ആവേണ്ട ആവശ്യമില്ല, ചെറുപ്പക്കാരിൽ പോലും പക്ഷാഘാതം കണ്ടുവരികയാണ്. എന്തായിരിക്കും ഈ പക്ഷാഘാതം വർദ്ധിക്കാനുള്ളൊരു കാരണമായിട്ട് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടത്? ഒരു 20-30 വർഷം മുമ്പ് ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ പക്ഷാഘാതം വളരെ വളരെ കുറവായിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ പക്ഷാഘാതം, ഹാർട്ട് അറ്റാക്ക്, കിഡ്നി ഫെയിലർ ഒന്നും ഒരിക്കലും കേട്ടിട്ടേ ഇല്ല. കഴിഞ്ഞ 2-3 ദശാബ്ദമായിട്ട് ഇത് കൂടി വരുന്നു. പല കാരണങ്ങളുണ്ടായിരിക്കാം. ഒന്ന്, നമ്മൾ അന്ന് കുറച്ചൊരു പട്ടിണി, അതുപോലെ തന്നെ അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു എക്സ്പൊണൻഷ്യൽ ഇൻക്രീസാണ്. എല്ലാവർക്കും ഭക്ഷണം, എല്ലാതരം ഭക്ഷണം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ ഹൈ കാലറി ഡയറ്റ്. അന്ന് ആളുകൾ ധാരാളമായിട്ട് നടക്കുമായിരുന്നു. ഇന്ന് അതില്ല, എക്സസൈസ് എന്നൊന്നും സംഭവമില്ല. അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങളും. ഒന്നാമത് നമുക്ക് തോന്നുന്നു നമ്മൾ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനത്തെ പ്രോബ്ലമൊക്കെ കൂടെ വരിക. അതായത് നമ്മൾ ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നായി ഈ പക്ഷാഘാതം, സ്ട്രോക്ക് മാറുന്നുണ്ട്. യെസ്, അത് തന്നെ. ആളുകളുടെ ജീവിതശൈലി മാറുന്നു എന്നുള്ളത് അല്ലേ. ഇപ്പോൾ പലതരം പക്ഷാഘാതം ഉണ്ടല്ലോ. ആ പക്ഷാഘാതത്തിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോയാൽ എങ്ങനെയാണ് ഈ പക്ഷാഘാതം ഉണ്ടാവുന്നത്? അതായത് പ്രധാനമായിട്ടും 2 തരം പക്ഷാഘാതം ഉള്ളത്. ഒന്ന്, തലച്ചോറിലുള്ള രക്തോട്ടം കുറഞ്ഞു വരുന്ന ഇസ്കീമിക് സ്ട്രോക്ക്, 85% അതാണ്. പിന്നെ വേറൊന്നാണ് ഹെമറേജ്, ബ്ലീഡിങ്, രക്തസ്രാവം. തലച്ചോറിൻ്റെ പല ഭാഗത്തുണ്ടാകുന്ന രക്തസ്രാവം, അത് 15% അപ്പോൾ ചെറിയ കുട്ടികളിലും ഇത് വരാം, ജനിച്ച അന്നും വരാം, ഈ ഗർഭപാത്രത്തിൽ വരെ സ്ട്രോക്ക് വരാം, 100 വയസ്സാകുമ്പോഴും വരാം. പക്ഷെ ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ കാരണങ്ങൾ വ്യത്യാസമായിരിക്കും. ചെറിയ കുട്ടികളാണെങ്കിൽ പലപ്പോഴും ഈ ബ്രെയിനിൻ്റെ പല തകരാറുകളോ അല്ലെങ്കിൽ അതുപോലെ ഇൻഫെക്ഷനോ അങ്ങനത്തെ അതൊക്കെ ആയിരിക്കുകയാണെങ്കിൽ, പ്രായം കൂടുന്തോറും ഈ ജീവിതശൈലി രോഗങ്ങൾ, അതായത് ഉയർന്ന രക്തസമ്മർദ്ദം, BP, അതുപോലെ തന്നെ അമിതമായ കൊളസ്ട്രോള്, അതുപോലെ ഷുഗർ, ഈ പ്രമേഹം കൂടി വരിക. പണ്ട് നമ്മുടെ നാട്ടിപ്പോൾ ഉദാഹരണം, പ്രത്യേകിച്ചും ഈ മലപ്പുറം, മലബാർ സൈഡിലൊക്കെ ധാരാളമായിട്ട് ആളുകൾക്ക് ഡയബറ്റിസ് ഉണ്ട്. ഡയബറ്റിസിൻ്റെ ഈ HbA1c നമ്മുടെ കൺട്രോള് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 HbA1c 7ൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ ഇത് 9 ഇരട്ടി കൂടുന്നതാണ്. പണ്ടൊക്കെ 1 ഇരട്ടിയെ പറഞ്ഞാൽ 9 ഇരട്ടി കൂടുന്നതാണ്. അപ്പോൾ അതായത് പല ആൾക്കും ഷുഗർ അവരോട് ചോദിച്ചാൽ അവർ പറയും 200, 300. എൻ്റെ കുറവാണ്, എത്ര വയ്ക്കും, 300 ഉണ്ട്. എനിക്ക് 400 ഉണ്ടായിരുന്നു, 500 ഉണ്ടായിരുന്നു. അതിലല്ല കാര്യം. അവർ HbA1c അവരുടേത് ആ കൺട്രോള് കുറയും തോറും പക്ഷാഘാതത്തിന് ചാൻസ് ഏകദേശം 10 ഇരട്ടിയോളം കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സ്മോക്കിംഗ്, ബീഡി, സിഗരറ്റ്, അതുപോലത്തെ ഉപയോഗം. ഇവ ഉപയോഗിച്ചാലും വളരെ ചെറുപ്പക്കാർ വരെ 10 ഇരട്ടി വരെ സ്ട്രോക്ക് വരാൻ. നമ്മുടെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതാവുന്നതാണല്ലോ സ്ട്രോക്കിൻ്റെ കാരണം. അതിനിപ്പോൾ ഡോക്ടർ 2 കാരണം പറഞ്ഞു. ഒന്ന്, ബ്ലോക്ക് സംഭവിക്കുക, അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടി ഉണ്ടാവുന്നത്. ഇതിൽ ബ്ലോക്ക് സംഭവിക്കുന്നതാണ് കൂടുതൽ സംഭവിക്കുന്നത്. സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നത് അതാണോ? അല്ല, സെറിബ്രൽ ഹെമറേജ് എന്ന് വെച്ചാൽ രക്തസ്രാവമാണ്. അതായത് രക്തക്കുഴൽ പൊട്ടി, രക്തക്കുഴൽ പലതരം ഡാമേജ് വരാം. ഒന്ന് ഈ പ്രഷർ കൊണ്ട് ചെറിയ രക്തക്കുഴലുണ്ട്, ആ രക്തക്കുഴൽ പൊട്ടിയിട്ട് ഉള്ളിൽ ബ്ലീഡിങ് വരാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് രക്തക്കുഴലിൻ്റെ പല അസുഖമുണ്ട്, അന്യൂറിസം,
അതായത് രക്തത്തിലൊരു വീർപ്പ് മാതിരി വരിക, അല്ലെ AV മാൽഫോർമേഷൻ, രക്തക്കൊഴലിൽ ഈ ചിലതരം വാരിക്കോസ് വെയിൻ പോലെയുള്ള സംഭവങ്ങളുണ്ട്. രക്തക്കൊഴലിൽ അതിൻ്റെ നോർമൽ കാപ്പിലറി ബെഡ് ഉണ്ടാവില്ല, അതിൻ്റെ സാധാരണ ഡെവലപ്മെൻറ്റ് വരാതെ വേറെ തരം ഡെവലപ്മെൻ്റായിട്ട് വന്നിട്ടുള്ള AV മാൽഫോർമേഷൻ എന്ന് പറയും. രക്തക്കൊഴലിൽ വേറെ അസുഖങ്ങൾ, അല്ലെ വാസ്കുലൈറ്റിസ്, ഉദാഹരണം പറയും MDMA, ഹെറോയിൻ, കൊക്കൈൻ ഇതുപോലെല്ലാം മരുന്നുകളിൽ അടിച്ചിട്ട് കയറ്റുമ്പോഴേ രക്തത്തിൽ ഡാമേജ് വരാം, രക്തത്തിൽ പൊട്ടിപ്പോവാം, ബ്ലീഡിങ് വരാം, അത് രക്തോട്ടം കുറയുകയും ചെയ്യുക, അതുപോലെ തന്നെ ബ്ലീഡിങ് വരാം. ഇതൊക്കെയാണ് വേറെ കാരണങ്ങൾ. ഈ ഹെമറേജ് സംഭവിക്കാൻ സാധ്യത കുറവാണെന്നാണോ? മറ്റേതിൻ്റെ കമ്പാരിറ്റീവ്ലി ഹെമറേജ് സാധ്യത കുറവാണ്. അപ്പോൾ ഈ സ്ട്രോക്കിലേക്ക് വരുമ്പോൾ സാറ് പറഞ്ഞാൽ ഈ ബ്ലോക്ക് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന് നേരത്തെ ഇപ്പോൾ ഷുഗറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ഈ കൊളസ്ട്രോൾ, ഷുഗർ, ഈ ജീവിതശൈലി രോഗങ്ങൾ ഈ പറയുന്ന സ്ട്രോക്കിന് കൂടുതൽ കാരണമാവുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാരണം ഉയർന്ന രക്തസമ്മർദ്ദമാണ്, ഏറ്റവും ഒന്നാമത്തെ. അപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദം കൂടുന്തോറും ഈ സ്ട്രോക്ക് കൂടി വരും. നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്കൊരു 140 ഉള്ള ആൾ 130 10 മില്ലിമീറ്റർ BP കുറയ്ക്കുകയാണെങ്കിൽ ഇവരുടെ ഈ പക്ഷാഘാതം വരാനുള്ള ചാൻസ് ഏകദേശം 40% കുറയും. ഇപ്പോൾ ഒരു 160 ഉള്ള ആൾ 150 ആക്കുന്തോറും ആ ടൈമിൽ തന്നെ അയാളുടെ പക്ഷാഘാതത്തിന് ചാൻസ് കുറയും. പക്ഷാഘാതം മാത്രമല്ല, ഹാർട്ട് അറ്റാക്കും കുറയും, കിഡ്നിയുടെ അസുഖങ്ങളും കുറയും, മറ്റു അസുഖങ്ങളും കുറയും. അപ്പോൾ നിർബന്ധമായിട്ടും പ്രഷറിൻ്റെ അളവ് കുറച്ച് നോർമൽ റേഞ്ചിൽ കൊണ്ടുവരണം. അതുപോലത്തെ പ്രഷർ കൂടുന്നത് ഒരു പ്രായം കണക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതികളോ വ്യായാമക്കുറവോ എന്താണ് അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറാറുള്ളത്? അത് മൾട്ടി ഫാക്ടറുകളാണ്, പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാം വരാം. നമ്മൾ ഭക്ഷണത്തിലെ ക്രമീകരണം ഇല്ലായ്ക, ഉപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക, അമിതമായിട്ടുള്ള വണ്ണം, എക്സസൈസ് ചെയ്യാതിരിക്കുക, പിന്നെ അതുപോലെ തന്നെ പലതരം സ്ട്രെസ്സ്, നമുക്ക് ധാരാളം സ്ട്രെസ്സ് നമുക്കുണ്ട്. ഈ സ്ട്രെസ്സുകൾ, പുകവലി, ആൽക്കഹോളിസം, ഹാർട്ടിൻ്റെ മറ്റ് അസുഖങ്ങൾ, അതുപോലത്തെ പല കാരണങ്ങളും വരാം. അതുപോലെ തന്നെ ജനറ്റിക് ഫാക്ടേഴ്സ്, ചിലർക്ക് പാരമ്പര്യമായിട്ട് പ്രഷറും അതുപോലത്തെ ഇതെല്ലാം സ്ട്രോക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഈ ആളുകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വേറെ റിസ്ക് ഫാക്ടേഴ്സ് വന്നാൽ, ഉദാഹരണം അവർക്ക് സ്മോക്കിംഗ് കൂടി, ആൽക്കഹോൾ ഉണ്ട്, അവിടെ BP കൂടുതലായി നിൽക്കുന്നു, കൊളസ്ട്രോൾ കൂടുതലായി നിൽക്കുന്നു, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ ചാൻസ് കൂടി വരും. അത് ഒരു ഫാക്ടർ മാത്രമല്ല. ഇപ്പോൾ സ്മോക്കിംഗ് മാത്രം കൊണ്ട് എല്ലാവർക്കും വരണമെന്നില്ല. പക്ഷേ സ്മോക്കുള്ള ആൾക്ക് പ്രഷറോടും കൂടിക്കഴിഞ്ഞാൽ, അവർക്ക് പ്രമേഹം കൂടിയാൽ, അവർ എക്സസൈസ് ഇല്ലെങ്കിൽ, അവർ വണ്ണം കൂടിയാൽ സ്ട്രോക്കും ഇതുപോലത്തെ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ സാറ് പറഞ്ഞ BP ആണെങ്കിലും ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും സ്മോക്കിംഗ് ആണെങ്കിലും നമ്മുടെ ഒരു ജീവിതശൈലിയുടെ ഭാഗമാണല്ലോ. അപ്പോൾ ഒരു നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരിക്കാൻ ഒരു ജീവിതശൈലി ക്രമപ്പെടുത്തുക എന്നോ ഒരു അച്ചടക്കമുള്ള ജീവിതശൈലിയാണല്ലോ. അതെങ്ങനെയായിരിക്കും നമ്മളൊരു മോഡൽ ലൈഫ് സ്റ്റൈൽ പറയുക ഒരു ന്യൂറോളജിസ്റ്റ് എന്ന രീതിയിൽ? അതായത് നമുക്ക് പലതരം ആരോഗ്യമുണ്ട്. നമുക്ക് ശാരീരികമായുള്ള ആരോഗ്യം വേണം, മാനസികമായുള്ള ആരോഗ്യം വേണം, സാമൂഹികമായുള്ള ആരോഗ്യം വേണം, റിലീജിയസ് അല്ലെ സ്പിരിച്വലായിട്ട്, ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ കൺട്രോൾ ചെയ്യണം, ഹെൽത്തി ആയിരിക്കണം. അപ്പോൾ നമുക്കൊരു ശാരീരികമായിട്ടുള്ള തലത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കഴിയുന്നതും രാവിലെ എണീറ്റ് ഒരു ചുരുക്കത്തിൽ നമുക്കൊരു ഉറക്കം ഒരു 6 to 8 hours കിട്ടണം. 6 മുതൽ 8 മണിക്കൂർ വരെ നമുക്ക് കിട്ടണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളെ ഭക്ഷണത്തിൻ്റെ അത്ര തന്നെയോ അതിൽ കൂടുതലോ പ്രാധാന്യമുള്ളതാണ് ഉറക്കം. അപ്പോൾ സാധാരണ ഉറക്കം വേണം. രണ്ടാമതായിട്ട് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും മിനിമം ഒരു 40 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യണം. അത് ഏതൊരു എക്സസൈസ് ആവും, അത് നമ്മൾ നടക്കലോ ഗെയിമോ ഫുട്ബോളോ ക്രിക്കറ്റോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള എക്സസൈസോ. അപ്പോൾ ഞാൻ തന്നെ എല്ലാ ദിവസവും ഒരു 40 മിനിറ്റ് അല്ല 60 മിനിറ്റ് വരെ എക്സസൈസ് ചെയ്യാറുണ്ട്. അത് ജിം വർക്കൗട്ടും ചെയ്യും, അതുപോലെ തന്നെ കരാട്ടെ പോലത്തെ എക്സസൈസും ചെയ്യും. അപ്പോൾ അതുപോലത്തെ ഒരു വർക്കൗട്ട് എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യായാമം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. ഒന്നിനും പറ്റിയില്ലെങ്കിൽ നമുക്ക് നടക്കാം, നമ്മൾ വീട്ടിൻ്റെ മുറ്റത്തൂടെയോ അല്ലെങ്കിൽ രാവിലെയോ വൈകുന്നേരമോ ഭക്ഷണത്തിന് മുമ്പ് ചെയ്യണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പലതരം പ്രശ്നങ്ങളുണ്ടാവും. കുറച്ച് നേരത്തെ, ഒന്നിൽ രാവിലെ ചെയ്യാൻ പറ്റാത്തൊരു വൈകുന്നേരം ഒരു 7 മണിയുടെ മുമ്പായിട്ട് ചെയ്യുക. ലേറ്റായിട്ട് ചെയ്യരുത്. ലേറ്റായിട്ട് ചെയ്യുമ്പോൾ പലപ്പോൾ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എല്ലാ ദിവസവും നമ്മളൊരു ചെയ്യുക. ഇനി ഒരു എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വെച്ചോളൂ, വെറുതെ നിൽക്കുകയാണെങ്കിൽ വരും നമ്മുടെ കാലറിയുടെ ഔട്ട്പുട്ട് കൂടും. ഇരിക്കുന്ന വരെ നിൽക്കുക, അല്ലെങ്കിൽ വീടിനകത്തൂടെ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ നടക്കുക. ഇത് വളരെ ഫലപ്രദമാണ്. അപ്പോൾ ഒന്നാമത് എക്സസൈസ് ചെയ്യുക. രണ്ടാമത് നമുക്കൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക്, എല്ലാത്തിലും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വേണം. എല്ലാം ഒരു നെഗറ്റീവ് ഒരു പെസിമിസ്റ്റിക് ഔട്ട്ലുക്ക് ഉണ്ടാവരുത്.
നമുക്ക് എല്ലാത്തിനും നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിലാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം മാക്സിമം നമ്മുടെ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. പോസിറ്റീവായിട്ട് സമീപിക്കാം. വേറൊന്നാണ്, നമുക്ക് എത്ര റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് അറിയാം. ഉദാഹരണം പറയാം, നമുക്ക് ഇപ്പോൾ ഈ അസുഖങ്ങൾ പലതരത്തിൽ വരാം. ഒന്ന് നമുക്ക് ആളുകൾ വളരെ ഹെൽത്തി ആൾ, വേറൊന്ന് അസുഖം ഉള്ള ആൾ. ഇവരെ രണ്ടുപേരും നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. വേറൊരു മെജോറിറ്റിയാണ് അസുഖം ഉണ്ടാവും പക്ഷെ ഇവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അസുഖം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും. അതൊരു റൂട്ടീൻ ചെക്കപ്പിലൂടെയൊക്കെ നമുക്ക് അത് റൂട്ടീൻ ചെക്കപ്പ് ഒന്ന്. രണ്ടാമതായിട്ട് ഉദാഹരണം ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കുക. എത്ര പേർക്ക് പ്രഷറുണ്ട്, നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ അമ്മാവനോ അവർക്ക് ഹാർട്ട് അറ്റാക്കോ ക്യാൻസറോ പ്രമേഹമോ പ്രഷറോ കൊളസ്ട്രോളോ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്, ഒരു ജനറ്റിക് ചാൻസ് കൂടുതലാണ്. ഇങ്ങനെയുള്ള ആൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ വെയിറ്റ് ബോഡി മാസ് ഇൻഡെക്സ് കുറയ്ക്കുക. അതായത് ഉദാഹരണം പറയുമ്പോൾ നമ്മുടെ വെയിറ്റ് ഇപ്പോൾ നമ്മൾ ഒരു 50 കിലോ കൊണ്ടുകൊടുത്ത് ഒരു 80 കിലോ ആയിക്കഴിഞ്ഞാൽ അവരെല്ലാ റിസ്ക്കും കൂടും. ഏറ്റവും ചുരുക്കം പറയാം, അവരെ മുട്ടുവേദന വരും, ബാക്ക് പെയിൻ വരും, അവർക്ക് കൂർക്കം വലി വരും, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, BP കൂടാ, അതുപോലെ തന്നെ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും അസുഖങ്ങൾ വരാം, ഹാർട്ടിന് മിടിപ്പിൽ വ്യത്യാസം വരാം, ക്ലോട്ടിങ്ങിൻ്റെ ചാൻസ് കൂടിപ്പോവാം. അപ്പോൾ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ്, നമ്മുടെ വെയിറ്റ് നിർബന്ധമായിട്ട് ഹൈറ്റ് വെയിറ്റ് ഒരു അനുപാതം നമ്മൾ കീപ്പ് ചെയ്യണം. ഈ അനുപാതം എങ്ങനെ കീപ്പ് ചെയ്യുക? നമ്മുടെ കാലറി കറക്റ്റ് ആയിരിക്കണം. കാലറി കറക്റ്റ് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും പറയും എനിക്കതിന് സമയമില്ല, കാലറി നോക്കാനും സമയമില്ല. അതല്ല ഉദ്ദേശം. നമുക്ക് എത്ര ഉണ്ട് അകത്തോട്ട് ചെല്ലുന്നു അത്ര അത് നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റണം. അത് നമുക്ക് എക്സസൈസിലൂടെയോ നടത്തത്തിലൂടെയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അടുത്ത നേരത്തെ ഭക്ഷണശീലത്തിൻ്റെ ഒരു പ്രശ്നം, പ്രത്യേകിച്ച് മലബാറുകാർ വൈകുന്നേരം ആകുമ്പോഴേക്കും ഓവർ ഫുഡാണ്, പുറത്തിറങ്ങി ഓവർ ഫുഡ് കഴിക്കുന്നു, അതിൽ തന്നെ റൈസ് കണ്ടന്റ് കൂടുതലായി. അതെ, ഏറ്റവും നല്ലത് രാവിലെ കൂടുതലായിട്ട് ഫുഡ് കഴിക്കുക. ഉച്ചക്ക് അത്രയും വേണ്ട, രാത്രി അതിലും കുറയ്ക്കുക. നമ്മുടെ ഏറ്റവും പ്രാധാന്യം കാരണം ആളുകൾ സ്നാക്സ് കൂടുതലായിട്ട് കഴിക്കും. സ്നാക്സ് കഴിച്ചോട്ടെ, കുഴപ്പമില്ല. അത് വേവിച്ചത് അല്ലെങ്കിൽ ഈ ആവിയിൽ വേവിച്ചത് കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. എണ്ണയുള്ളത് കുറയ്ക്കുക. പൊറോട്ടയൊക്കെ വല്ലപ്പോഴും കഴിക്കുന്നത് ദോഷമല്ല, പക്ഷേ പൊറോട്ട മാത്രം ആക്കരുത്. പൊറോട്ടയും ചപ്പാത്തിയും കഴിക്കുക. ചോറ് മാത്രമാണ്, ചോറിൻ്റെ അളവ് കുറയ്ക്കുക. പച്ചക്കറി, വെജിറ്റബിൾസ് അതുപോലത്തെ നമ്മൾ കൂട്ടുക. നമ്മൾ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ഇല്ല. പക്ഷേ നമ്മൾ ഫ്രൈഡ് കൂടുതലായിട്ട് എണ്ണ യൂസ് ചെയ്യുക, കൂടുതൽ പൊരിച്ച് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം വരും. നമ്മൾ ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ചിക്കൻ പൊരിച്ച് കഴിക്കുക. മീൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ മീൻ പൊരിച്ച് കഴിക്കുമ്പോഴേ എന്ത് വെച്ചാൽ അതിൻ്റെ കൊളസ്ട്രോളും അതുപോലത്തെ ഫ്രൈഡിൻ്റെ അതിൻ്റെ ടോക്സിക് സാധനങ്ങളെല്ലാം കൂടും. അപ്പോൾ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ നിർബന്ധമുള്ള ഒരു ക്രമീകരണം വേണം. എല്ലാത്തരം ഫുഡും കഴിക്കുക. വെജിറ്റബിൾസ് കഴിക്കണം, പാല് കഴിക്കണം, പാലിൻ്റെ അനുബന്ധ പ്രോഡക്റ്റുകൾ കഴിക്കണം, പഴങ്ങൾ പച്ചക്കറി കഴിക്കണം. അല്ലാതെ ഒരു ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് നമ്മളെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. വെയിറ്റ് ബാലൻസ്ഡ് ആയിരിക്കണം. നമ്മൾ ഉദാഹരണം ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു 70 കിലോ എടുത്ത് 100 കിലോ ഉണ്ട് വെച്ചല്ലോ, കുഴപ്പമില്ല. നമ്മളത് ഒരു പ്ലാൻ ചെയ്യാം. നമ്മൾ ഡെയിലി ഇന്ന് മുതൽ ഇത്ര കാലറി വെച്ചാൽ ഏകദേശം നമുക്കറിയാം, അത് കാലറിയുടെ ചാർട്ട് കിട്ടും. അതനുസരിച്ച് നമ്മൾ ഫുഡ് നമ്മൾ ക്രമീകരിക്കുക. ആവശ്യമില്ലാത്ത ഫുഡുകൾ കഴിയത്ര കട്ട് ചെയ്യുക. മധുരം കൂടുതലിന് മധുരം കുറയ്ക്കുക. എണ്ണ കൂടുതൽ എണ്ണ കുറച്ച് കുറയ്ക്കുക. ഉപ്പ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് കുറയ്ക്കുക. പിന്നെ നമ്മൾ എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയ അറിവുകൾ നേടാൻ ശ്രമിക്കുക. അതുവഴി നമ്മുടെ ബ്രെയിനും കൂടുതലായിട്ട് ഇത് വരും. അതുപോലെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ, സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ മെൻ്റൽ ഹെൽത്തിൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ? അപ്പോൾ സോഷ്യൽ ലൈഫ് എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ള ആൾക്കും കൂടി നമ്മൾ എന്തെങ്കിലുമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് ചിലപ്പോൾ സഹായമായിരിക്കുക, അവയർനെസ് ക്ലാസ് ആയിരിക്കുക. ഇപ്പോൾ നമ്മളിതുപോലെ ചെയ്യുന്ന പോലെ അവയർനെസ് ക്യാമ്പുകൾ, അവയർനെസ് ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ചാരിറ്റി അതുപോലത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് വേറെ ആൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമ്മളാൽ കഴിയുന്നത് ചെയ്യാൻ ശ്രമിക്കുക. അതൊരു നമ്മളൊരു മെൻ്റൽ പ്ലഷറിൻ്റെ കൂടി ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മൾ ആളുകൾ പരസ്പരം സ്നേഹിക്കുക, സഹായിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക. നമ്മൾ ഒരു തരം എന്താ പറയുക, ജാതി വർഗ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പരസ്പരം ഒന്നിച്ച് ചേരാൻ ശ്രമിക്കുക. എങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യവും ശാരീരിക ആരോഗ്യവും സോഷ്യലായിട്ടുള്ള നമ്മുടെ ഔട്ട്ലുക്ക് എല്ലാം മാറും. ഇതുവഴി നമ്മുടെ അസുഖങ്ങളും വരും. അഥവാ വല്ല അസുഖങ്ങൾ വന്നാൽ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ധാരാളം ആളുണ്ടാവും. ഒരു പെട്ടെന്ന് റിക്കവർ ചെയ്യും. അതൊരു പ്രധാനപ്പെട്ട ഫാക്ടർ. നമുക്കിത് ലക്ഷണങ്ങളുണ്ടല്ലോ, വളരെ ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ആളുകൾ പണ്ടൊക്കെ ആണെങ്കിൽ 60 വയസ്സ് കഴിയുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കും. ഇപ്പോൾ അങ്ങനെയല്ല, വളരെ പ്രായം കുറഞ്ഞ ആളുകൾക്കും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ പറ്റും? ഈ പ്രകടമായ ലക്ഷണങ്ങളും ഉണ്ടാവും, ചിലപ്പോൾ പ്രകടമല്ലാത്ത ലക്ഷണങ്ങളും ഉണ്ടാവും. അതാണ് ഞാൻ പറയാം. ഒന്ന് നമ്മൾ റിസ്ക് അറിയുക. നമുക്ക് ഡയബറ്റിസ് ആണ് ചെക്ക് ചെയ്യണം. നമ്മൾ ഷുഗർ ഫാസ്റ്റിംഗ് നോക്കുക, HbA1c നോക്കുക. രണ്ടാമത് നമ്മുടെ പ്രഷർ എത്ര ഒന്ന് നോക്കാം.
ചിലപ്പോൾ പല ആളും ബി പി നോക്കും പെട്ടെന്ന് ബി പി കൂടിയിട്ടുണ്ടാകും. അത് ശരിക്കുള്ള ബി പി ആവണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് എടുത്ത് ബി പി നോക്കുക. ബി പി കൂടുതലുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ബി പി കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ തേടുക. അത് ചിലപ്പോൾ ഭക്ഷണത്തിൽ നിന്നായിരിക്കാം, ഉപ്പ് കുറച്ചിട്ടായിരിക്കാം, എക്സസൈസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതുപോലത്തെ ഭക്ഷണത്തിന് ക്രമീകരണം ഉണ്ടായിരിക്കാം, വെയിറ്റ് കുറക്കുന്നുണ്ട്. ഇതുകൊണ്ട് ശരിയാവുന്നില്ലെങ്കിൽ ഗുളിക കഴിക്കുകയാണെങ്കിൽ കഴിക്കണം. പല ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബി പിയുടെ മരുന്ന് കഴിക്കും, കുറച്ച് കഴിയുമ്പോഴേക്ക് ആരും ബി പി നോക്കും, അപ്പോൾ ബി പി നോർമലാണെന്ന് പറയും. ആ നോർമലായിരിക്കും, അപ്പോൾ ബി പി നിർത്തും. അപ്പോൾ വീണ്ടും ഇതൊരു സ്പ്രിങ് പോലെയാണ്. നമ്മൾ സ്പ്രിങ് ഇങ്ങനെ പിടിച്ചു തന്നാൽ എന്താ സംഭവിക്കുക? ബി പി നോർമലാവും. അത് കൈ വിട്ട് കഴിഞ്ഞാൽ മേലെ പോകണം. അതാണ് പല ആളുകൾക്കും സംഭവിക്കുന്നത്. ഒരു ഷുഗറിൻ്റെ മരുന്ന് കഴിക്കും, ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ നോർമലായിരിക്കും, എന്നാൽ പിന്നെ മരുന്നിൻ്റെ ആവശ്യമില്ല എന്നറിയും, ഇത് കൂടും. എല്ലാ ഷുഗറായാലും പ്രഷറായാലും ഹാർട്ടിന് അസുഖമായാലും എല്ലാം മരുന്ന് കഴിച്ച് കുഴപ്പമൊന്നുമില്ല കണ്ടു കഴിഞ്ഞാൽ ആളുകൾ നിർത്തും. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മുടെ റിസ്ക് അറിയുക, അതിൻ്റെ മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കുക, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് കൂട്ടുക കുറക്കുകയോ ചെയ്യുക, അല്ലാതെ നിർത്തരുത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ അസുഖങ്ങൾ, ഹാർട്ടിൻ്റെ മിടിപ്പിൽ വ്യത്യാസമുണ്ട്, ഏട്രിയൽ ഫിബ്രിലേഷൻ അറിയും. മിടിപ്പിൽ വ്യത്യാസം ഉണ്ടാകുമ്പോഴേ ഹാർട്ടിൽ ക്ലോട്ട് ഫോം ചെയ്യും. ക്ലോട്ട് ഫോം ചെയ്യുമ്പോഴും അത് നമുക്ക് സ്ട്രോക്ക് വരാം. അതുപോലെ തന്നെ ഹൈ കൊളസ്ട്രോൾ, പല ആളും പറയും കൊളസ്ട്രോൾ കുഴപ്പമില്ല എന്ന്. കൊളസ്ട്രോളിൻ്റെ കൂടെ, കൊളസ്ട്രോൾ മാത്രം വില്ലനാവണമെന്നില്ല, പക്ഷേ കൊളസ്ട്രോളിന് കൂടെ ഈ ഫാക്ടേഴ്സും വരുമ്പോഴേ അവർക്ക് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഇത് ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ, ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ നോർമൽ പെട്ടെന്നുണ്ടാകുന്ന, ഒരിക്കലും ഒരു സാധാരണ ആൾക്ക് ഒരു കുഴച്ചിൽ വന്നുകൊണ്ട് എല്ലാം സ്ട്രോക്ക് ആവണമെന്നില്ല. സഡനാണ് സ്ട്രോക്ക് വെച്ചാൽ പെട്ടെന്നൊരു സ്ട്രൈറ്റനിങ്, നമ്മളെ ഒരു ഇടിമിന്നൽ ഏൽക്കുന്നവർ പെട്ടെന്നാണല്ലോ, നമ്മൾ ആലോചിച്ചിട്ടല്ലല്ലോ വരുന്നത്. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന കൈയിനോ കാലിനോ ബലക്കുറവും, ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ കൈ കുഴഞ്ഞു പോവുക, അല്ലെങ്കിൽ നടക്കുമ്പോൾ പെട്ടെന്ന് നടക്കാൻ പറ്റാൻ വീണു പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് പോലെ ചിരി ഒരു വശത്തോട് കൂടിപ്പോവുക, പെട്ടെന്ന് നടക്കുമ്പോൾ വേച്ച് പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ണിന് കാഴ്ചക്കുറവ്, രണ്ടായി കാണുക. ഇതുപോലത്തെ മറ്റ് പല ലക്ഷണങ്ങളും. കാരണം ബ്രെയിൻ നമ്മുടെ ഹോൾ ബോഡിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ ബ്രെയിൻ്റെ അതിൻ്റെ ഹെഡാണ്, അതിൻ്റെ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ തലച്ചോറിൻ്റെ ഓരോ ഭാഗം ഓരോ ഭാഗത്തിനെ റെപ്രസെൻറ്റ് ചെയ്യും. നമ്മുടെ തലച്ചോറിൻ്റെ ഈ സെറിബ്രത്തെയോ ഏത് പാർട്ടിനെ ഇത് ബാധിക്കാറ്? ശരി, ഇത് എല്ലാ ഭാഗത്തെയും ബാധിക്കും. അതായത് എവിടെയൊക്കെ രക്തക്കുഴലുണ്ടോ അവിടെയൊക്കെ ഈ സ്ട്രോക്ക് സംഭവിക്കാം. അപ്പോൾ ഹാർട്ടിന് വരുന്നതാണ് ഹാർട്ട് അറ്റാക്ക്, ബ്രെയിനിന് വരുന്നതാണ് ബ്രെയിൻ അറ്റാക്ക്. ബ്രെയിനിൻ്റെ ഈ സെറിബ്രം എല്ലാ ഭാഗത്തെയും ബാധിക്കാൻ. അതായത് ബ്രെയിൻ നമ്മളെ ഓരോ പാർട്ടും, ഇപ്പോൾ നമ്മളെ കണ്ണിൻ്റെ റെപ്രസെൻറ്റേഷൻ ബ്രെയിനിലുണ്ട്, കൈയിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, കാലിൻ്റെ ഉണ്ട്, നമ്മുടെ ചിന്തയുടെ ഉണ്ട്, അതുപോലെ നമ്മുടെ കേൾവി, കാഴ്ച, മണം അറിയാനുള്ളത്, ടേസ്റ്റ് അറിയാനുള്ളത്, ബാലൻസ്, നമ്മുടെ കാഴ്ചയുടേത്, നോക്കുമ്പോൾ കണ്ണങ്ങോട്ടും ചലിക്കുന്നത്, ഭക്ഷണം ഇറക്കുന്നത്, അതിൽ സ്പർശനം അറിയുന്നത്, എല്ലാത്തിനും ഇതിന് ബ്രെയിനിൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. സെയിം സൈഡാവുക, രണ്ട് സൈഡാവുക. അത് മെയിനായിട്ട് നമ്മുടെ സെറിബ്രം, ബ്രെയിൻ്റെ മെയിൻ സാധനം. പിന്നെ ബ്രെയിനിൻ്റെ അകത്തൊരു മിനി ബ്രെയിൻ ഉണ്ട്, അതാണ് ബ്രെയിൻ സ്റ്റം. നമ്മളെല്ലാം ഈ ബ്രെയിൻ എന്തൊക്കെ ഉണ്ടോ ആ സാധനങ്ങൾ താഴോട്ട് നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് വരുന്ന ആ പാർട്ടിനാണ് ബ്രെയിൻ സ്റ്റം. പിന്നെ സ്പൈനൽ കോഡ്, അപ്പോൾ ഈ സ്ട്രോക്ക് സ്പൈനൽ കോഡിന് വരാം, ഈ ബ്രെയിൻ സ്റ്റമ്മിന് വരാം, ബ്രെയിനിന് വരാം. അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്നുള്ള ഒരു എക്സ്റ്റൻഷനാണ് നമ്മുടെ കണ്ണിലേക്കുള്ള ഞരമ്പ്, ഓപ്റ്റിക് നെർവ്, അപ്പോൾ കണ്ണിന് വരാം. അതുപോലെ തന്നെ കേൾവി, നമ്മുടെ കോക്ലിയ, നമ്മുടെ ഹിയറിങ്ങിന് വരാം. ഇത് ഏത് പാർട്ടിലും ഈ രക്തോട്ടം കുറഞ്ഞും പോവാം, അല്ലെങ്കിൽ ബ്ലീഡിങ് വരാം, സ്ട്രോക്ക് വരാം. നമ്മളെ ഇപ്പോൾ സെറിബ്രത്തിൻ്റെ ഈ ഭാഗത്താണ് ഡാമേജ് എങ്കിൽ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അതിൻ്റെ സിംറ്റംസ് കാണിക്കുക. അതെ. ഈ കുഴച്ചിൽ മാത്രമല്ല, പെട്ടെന്നുണ്ടാകുന്ന ഓർമ്മക്കുറവ്, അങ്ങനത്തെ പ്രകടമല്ലാത്ത ലക്ഷണങ്ങൾ കൂടി ഉണ്ടാവുക. അത് രണ്ട് തരം സ്ട്രോക്ക്. ഒന്ന് പ്രത്യക്ഷത്തിൽ കാണുന്ന ഒബ്വിയസ് സ്ട്രോക്ക്, അതാണ് പെട്ടെന്ന് ആൾ ഒരു സൈഡ് കുഴഞ്ഞു എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവർക്ക് നമുക്കറിയാം, ആൾ വരുമ്പോൾ തന്നെ അവിടെ ഒരു പാരാലിസിസ് വന്നു, കുഴച്ചിൽ വന്നു. വേറെ ഇൻഒബ്വിയസ് സ്ട്രോക്ക്, അതായത് നമുക്ക് ആ പ്രത്യക്ഷത്തിലില്ലാത്ത, അതായത് പെട്ടെന്ന് നമ്മുടെ പല ആളും ഈ കണ്ണിൻ്റെ കാഴ്ചക്കുറവായിട്ട് ചെല്ലും. അത് ഒഫ്താൽമോളജിസ്റ്റിൽ ചെല്ലും, അവർ നോക്കുമ്പോൾ കണ്ണൊക്കെ ചെക്ക് ചെയ്യും, കുഴപ്പമില്ല. അപ്പോൾ നമ്മളടുത്ത് തിരിച്ചു നോക്കണം, ഒരു ബ്രെയിനിൻ്റെ കണ്ണിൻ്റെ ഞരമ്പ് പോകുന്ന ഓക്സിപിറ്റൽ ലോബ്, നമ്മുടെ തലയുടെ പിറകുവശത്തില്ല, അവിടെ രക്തോട്ടം കുറഞ്ഞാൽ പെട്ടെന്ന് കാഴ്ചക്കുറവായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ വേറെ ടെമ്പറൽ ലോബ് എന്ന പാട്ടുണ്ട്, അതായത് അവിടെ ഓർമ്മ, കേൾവി, ഇതിൻ്റെ അല്ലെങ്കിൽ ബാലൻസിൻ്റെ ഒക്കെ ഒരു കൺട്രോൾ ചെയ്യുന്ന സ്ഥലമാണ് ഈ ടെമ്പറൽ ലോബ്. നമ്മൾ സാധാരണ ബാലൻസ് തെറ്റുമ്പോൾ ചെവിയുടെ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ചെവിയുടേതാണ് യൂഷ്വലി, പക്ഷേ ചെവിയുടെ ആ ഞരമ്പുകൾ അതിലേക്ക് പോവാം, അവിടേക്ക് പോവാം. കാരണം ചെവിയുടെ അകത്തുനിന്ന് വരാം, അതൊരു നെർവായിട്ട് വരും, അത് ന്യൂക്ലിയസ് ആയിട്ട് വരും, അതിൻ്റെ ഒരു ട്രാക്റ്റായിട്ട് വരും, അതിൻ്റെ ഒരു ബ്രെയിനിലൊരു ഏരിയ ആയിട്ട് വരും. ഇത് ഏത് ഭാഗത്തും കുഴപ്പം വന്നു കഴിഞ്ഞാൽ തലചുറ്റൽ പോലെ വരാം, ഓർമ്മക്കുറവ് പോലെ വരാം, അല്ലെങ്കിൽ ഒരു വശം സ്പർശനം അറിയാതാവുക, ഒരു കൈയിനോ കാലിനോ അല്ലെങ്കിൽ ഒരു വശം മൊത്തമായിട്ട് ബലക്കുറവ് വരാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഇറക്കാനുള്ള ബുദ്ധികൾ, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, സംസാരിക്കുമ്പോൾ മനസ്സിലാവാതിരിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതിരിക്കുക, ഇങ്ങനെ ഏതൊരു തരത്തിലുള്ള കോമ്പിനേഷനിലും സ്ട്രോക്കിൽ വരാം. അതായത് ഈ പറഞ്ഞ മാതിരി
ചിലപ്പോൾ ഒരു ചെറിയ തലയിട്ടൽ പോലെ വരാം, ചിലർക്കൊരു മറവി പോലെ വരാം, അല്ലെങ്കിൽ ഒരു സ്ഥലകാല ബോധം ഇല്ലാത്ത പോലെ വരാം. ഇങ്ങനെ പലതരത്തിലും ഇതിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് സ്ട്രോക്കാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ളൊരു സമയം, ഹാർട്ട് അറ്റാക്കിനൊക്കെ നമ്മളൊരു പ്രത്യേകമായിട്ട് ഒരു ഗോൾഡൻ ഹവേഴ്സ് പറയുമല്ലോ, അതുപോലെ ഒരു പ്രത്യേക സമയമുണ്ട്. ഇത്ര ഹവേഴ്സിനിടയിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ കൂടുതൽ റിക്കവറി ചാൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അതായത് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ സ്ട്രോക്ക് അത് കുറച്ച് കഴിയുമ്പോഴേക്ക് ശരിയാവുന്നുള്ളൊരു ധാരണയിൽ വീട്ടിലിരിക്കരുത്. അതാണ് നമ്പർ 1. ഏറ്റവും പെട്ടെന്ന് തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴും തന്നെ ആ ഡോക്ടർ, അതായത് സാധാരണ ഒരു പനി പോലെയോ അല്ലെങ്കിൽ ഒരു വേദന പോലെയോ ഉള്ള സംഭവമല്ല സ്ട്രോക്ക്. അത് ഓരോ സെക്കൻഡും വാല്യുബിളാണ്. അപ്പോൾ ഉടനെ തന്നെ സ്ട്രോക്കിന് പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മൾ എമർജൻസി, ഇപ്പോൾ ഒരു മിനിസ്റ്റർ ഇത് പോകുമ്പോൾ അവർക്കൊരു പ്രയോറിറ്റി ഉണ്ടല്ലോ, അവർക്ക് പോകാമെന്നല്ല. അതുപോലെ മറ്റുള്ള അസുഖങ്ങളെ പോലെയല്ല സ്ട്രോക്ക് എന്ന് മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ നമ്മൾ വെയിറ്റ് ചെയ്യാതെ പ്രൈമറി ആയിട്ട് തന്നെ എമർജൻസിയിലോട്ടോ അല്ലെങ്കിൽ ഡോക്ടർ നേരിട്ട് ചെല്ലേണ്ട അവസ്ഥ. ഒരിക്കലും വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഇന്നലെയോ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സ്ട്രോക്കിന് ഇന്നിപ്പോൾ പെട്ടെന്ന് പോകണമെന്നല്ല പറയേണ്ടത്. ഇപ്പോൾ ഉണ്ടായ സ്ട്രോക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ തന്നെ കിട്ടണം. മനസ്സിലായില്ലേ? നമ്മൾ ബ്രെയിൻ സെല്ല് ഡെഡ് ആവാൻ വളരെ അല്ല, അങ്ങനെ ഡേയിങ് ഒരു ഫേസാണത്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ചെറുതായ ബലക്കുറവ് വരും, ഫുൾ ബലക്കുറവ് വരും, പിന്നെ അത് റീകവർ ചെയ്യണമെന്നില്ല. അപ്പോൾ ഗോൾഡൻ അവർ വെച്ചാൽ ഫസ്റ്റ് അവറാണ്. ആദ്യത്തെ മണിക്കൂറിനുള്ളിൽ തന്നെ അതിൻ്റെ ചികിത്സ കിട്ടണം, ആദ്യത്തെ മണിക്കൂറിൽ. പിന്നെ ഓരോ മണിക്കൂർ കഴിയും തോറും ചികിത്സിക്കാം. നമുക്കൊരു 4.5 മണിക്കൂർ വരെ ഇത് അലീക്കാല മരുന്നുണ്ട്. TPA, ആക്ടിലൈസ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് ഒക്കെ ഉണ്ട്, ഇഞ്ചക്ഷനാണ്. നമ്മൾ ആൻജിയോഗ്രാം അതുപോലെ ആ അലീക്കാല മരുന്ന് അത് 4.5 മണിക്കൂർ വരെ ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ആദ്യം CT സ്കാൻ എടുക്കുന്നുണ്ട്. MRI എടുക്കാം, പക്ഷേ ഏറ്റവും നല്ലത്, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് CT സ്കാനാണ്. അപ്പോൾ CT സ്കാൻ എല്ലായിടത്തും അവൈലബിൾ ആണ്. CT സ്കാൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇത് രക്തക്കൊല ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഇത് പലതരത്തിലുള്ള സ്ട്രോക്ക് വരാം. ചെറിയ മൈനർ സ്ട്രോക്ക് മുതൽ മേജർ സ്ട്രോക്ക് ഉണ്ട്. മൈനർ സ്ട്രോക്ക് ചെറിയ വളരെ മൈന്യൂട്ടുള്ള രക്തക്കൊല അടഞ്ഞു പോകുന്നതാണ്. അത് നമുക്ക് ഈ അലീക്കാല മരുന്ന് മാത്രമേ ഉള്ളൂ, വേറെ മരുന്നുകളൊന്നും അവൈലബിൾ അല്ല. പക്ഷേ ഈ മേജർ രക്തം, അതായത് ഇപ്പോൾ ഒരു മെയിൻ ഹൈവേ ബ്ലോക്ക് ആയപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഉടനെ തന്നെ അതിൻ്റെ സംവിധാനം കൊണ്ടുവന്ന് ബ്ലോക്ക് മാറ്റുന്ന പോലെ മെയിൻ ഹൈവേയിൽ പ്രധാനപ്പെട്ട രക്തക്കൊല അടഞ്ഞു പോയി കഴിഞ്ഞാൽ അതിലെ ബ്ലോക്ക് മാറ്റണം. അത് നമ്മൾ 0 അവർ ചെയ്യുക, വരുമ്പോൾ അപ്പോൾ തന്നെ ചെയ്യുക, അത് 24 hours വരെ ചെയ്യുക. ഒരു മാർജിൻ ഉണ്ട്. അതായത് ആ ടൈമിനുള്ളിൽ ബ്രെയിൻ ഡാമേജ് ആവരുത്. അത് പലതരം നമ്മൾ ബ്രെയിനിൻ്റെ സിസ്റ്റം, ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഒരാളിപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് വാങ്ങിക്കും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങിക്കും. അതാണ് നമ്മുടെ കൊളാട്രൽസ് എന്ന് പറയുന്നത്. പലതരം ബൈപ്പാസ്, നാച്ചുറൽ ബൈപ്പാസ് ഉണ്ട്. പക്ഷേ ഈ ബൈപ്പാസ് അധിക സമയം നിൽക്കില്ല. അപ്പോൾ ആ ബൈപ്പാസ് നമുക്ക് തൽക്കാലത്തേക്ക് പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും ബ്രെയിനിന്. അപ്പോൾ അത് ചില ആൾക്ക് തീരെ ഉണ്ടാവില്ല, ഫ്രണ്ട്സും ആരും ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകൾ പെട്ടെന്ന് 2 മണിക്കൂർ തന്നെ മാസീവ് സ്ട്രോക്കിലേക്ക് പോകും. കൂടുതൽ ബൈപ്പാസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 24 hours വരെ നമുക്ക് നീണ്ടേക്കാം. അതുണ്ടോ ഇല്ലേ എന്ന് അറിയുന്ന സ്കാനുണ്ട്. അതാണ് CT പെർഫ്യൂഷൻ സ്കാനർ. ഒന്ന് CT സ്കാൻ എടുക്കുക. CT സ്കാനിലെ മേജർ രക്തക്കൊല അടഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും. CT ആൻജിയോഗ്രാം എടുക്കണം. അതിനൂടെ തന്നെ ബ്രെയിന് ഡാമേജ് എത്ര ഉണ്ട് നോക്കുന്നത് CT പെർഫ്യൂഷൻ സ്കാൻ. ഇതിനെല്ലാം കൂടി 10 മിനിറ്റ് എടുക്കുള്ളൂ, 10 മിനിറ്റ്. അപ്പോൾ ഒരു രോഗിക്ക് ഉദാഹരണം പറയാം, ഇങ്ങനെ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് ഈ സംവിധാനമുള്ള ഹോസ്പിറ്റലിൽ പോവാം. ഏത് ഹോസ്പിറ്റലാണെന്നല്ല, ഈ സംവിധാനം വേണം, ബെയർ മിനിമം. ഇതിന് ശേഷം നമുക്ക് ഈ സ്കാൻ എടുത്ത ശേഷം നമ്മൾ ഇവർക്ക് അലീക്കാല മരുന്ന് ഒരു 4.5 മണിക്കൂർ വരെ കൊടുക്കാം. അതിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആൻജിയോഗ്രാം വഴി, ഹാർട്ടിന് ചെയ്യുന്ന പോലെ ബ്രെയിൻ ആൻജിയോഗ്രാം വഴി ആ ക്ലോട്ട് ഉള്ള ഭാഗത്തോട്ട് ചെറിയൊരു ട്യൂബ് ഇട്ടിട്ട് അവിടുന്ന് ക്ലോട്ട് വലിച്ചെടുക്കുക. അതിൻ്റെ പേരാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി. അല്ലെങ്കിൽ അവിടെ ആ ഭാഗത്തോട്ട് മരുന്ന് നമ്മൾ പുറത്ത് IV കൊടുക്കുന്ന മരുന്ന് അവിടെ ലോക്കലായിട്ട് കൊടുക്കുക. ഇൻട്രാ ആർട്ടീരിയൽ ത്രോംബോലിസിസ് എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതോ 1, 2, 3 എല്ലാം ചെയ്യേണ്ടി വരും. ഇതാണ് സ്ട്രോക്കിന് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചാൽ ആദ്യം നമ്മൾ സ്ട്രോക്കാണെന്ന് കണ്ടുപിടിക്കുക. പിന്നെ അത് ഏതൊരു സ്ട്രോക്കാണെന്ന് നമ്മൾ വലിയ രക്തത്തിൽ ബ്ലോക്ക് ആയിട്ടുണ്ടോ അത് ചെറിയ രക്തമാണ്. വലിയ രക്തത്തിൽ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ IV സിരയിലൂടെ കൊടുക്കുന്ന മരുന്ന് ആദ്യം കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ കാത്ത് ലാബിലേക്ക് കൊണ്ടുപോയിട്ട് ക്ലോട്ട് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. സർജറിയിലേക്ക് പോകേണ്ട ഒരു ഘട്ടം ഉണ്ടാവും. ഇതാണ് സർജറിക്ക് പോകേണ്ടത്. മെയിൻ രക്തത്തിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ. ബ്ലോക്ക് ഇല്ലെങ്കിൽ IV മാത്രം കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു റീഹാബിലിറ്റേഷൻ ഉണ്ടല്ലോ, ഒരാൾക്ക് ഒരു തവണ സ്ട്രോക്ക് വന്നാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? ഈ സ്ട്രോക്കിൻ്റെതായ ലക്ഷണങ്ങൾ, ഇപ്പോൾ കൈ കുഴഞ്ഞു പോവുക, സംസാരശേഷി പ്രശ്നമാവുക, അതൊക്കെ റിക്കവർ ചെയ്ത് വരാനുള്ള റിഹാബിൻ്റെ ചാൻസ് എത്രത്തോളമാണ്?
അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പല ആളുകളും എന്ത് ചെയ്യുന്ന വെച്ചാൽ പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക്. എല്ലാ റിസ്ക് ഫാക്ടർ നമ്മളെ വെയിറ്റ് കൂടുതൽ, ഭക്ഷണ ക്രമീകരണം, സ്ട്രെസ്സ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹൈ കൊളസ്ട്രോൾ, ഹാർട്ടിൻ്റെ കുഴപ്പങ്ങൾ, രക്തകോശ കുഴപ്പങ്ങൾ, ക്ലോട്ടിങ്ങിൻ്റെ കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ പലതരം ആവശ്യമില്ലാത്ത മരുന്നുകൾ, കുറേ കാര്യങ്ങളുണ്ടാവും. ഇവരിത് മാറ്റില്ല. ഷുഗർ കൺട്രോൾ ചെയ്യില്ല, പ്രഷർ കൺട്രോൾ ചെയ്യില്ല, സ്മോക്കിംഗ് നിർത്തൂല, ആൾക്കഹോൾ നിർത്തൂല, എക്സസൈസ് ചെയ്യില്ല, കഴിക്കാൻ പറഞ്ഞ മരുന്ന് കഴിക്കില്ല. ഇങ്ങനെയുള്ള ആൾക്ക് വീണ്ടും സ്ട്രോക്ക് വരാം. അതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. വീണ്ടും വീണ്ടും ഒരാൾക്ക് സ്ട്രോക്ക് വന്നു പഥ്യം പാലിച്ച് പോയാൽ അത് തിരിച്ചു വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്, വളരെ കൂടുതലാണ്. വളരെ ഒരു നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റും. അവർ പലപ്പോഴും എന്താ ചെയ്താൽ ഒരു കൊല്ലം മരുന്ന് കഴിക്കും, പിന്നെ അവർ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, പ്രഷർ നോർമലാണ്. കണ്ടിന്യൂസ് ചെക്കപ്പ് ആവശ്യം വരും. ഇടയ്ക്ക് അത് ചെക്കപ്പ് വേണം. ചെക്കപ്പ് വേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ BP, ഷുഗർ അങ്ങനെ കൺട്രോളാണോ, നോർമലാണോ, ഹാർട്ടിൻ്റെ പ്രഷറൊക്കെ നോർമലാണോ, ഇത് നമ്മൾ ചെക്ക് ചെയ്യുക. ഇനി ചെക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു BP നോക്കുന്ന വീട്ടിൽ നിന്ന് പഠിക്കുക. ഇടയ്ക്ക് ഗ്ലൂക്കോമീറ്റർ ഇത് നോക്കുക. ഇടയ്ക്ക് വല്ലപ്പോഴും 3 മാസം 6 മാസം കൂടെ കൊളസ്ട്രോൾ നോക്കാം. ഇടയ്ക്ക് BP നോക്കുക. അത് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നോർമൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. സ്ഥിരം കഴിക്കണം മരുന്നുകൾ കഴിക്കുക. പിന്നെ ചില ആൾക്ക് ആൻറ്റി കോയാഗുലൻസ് അറിയും. ഇപ്പോൾ ഈ ഹാർട്ടിലെ മിടിപ്പിലെ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ മിടിപ്പിലെ തരാറുണ്ട്. അതിന് നമ്മൾ കഴിക്കുന്നത് ആസ്പിരിൻ പോലത്തെ ഗുളികൾ പോരാ, ആസ്പിരിൻ, ക്ലോപ്പിഡോറിൽ പോലത്തെ ഗുളികൾ പോരാ. അതിന് നമ്മൾ ആൻറ്റി കോയാഗുലൻസ് അറിയും. അത് അലിയിക്കാനുള്ള ആ ക്ലോട്ട് വരാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കണം. അതാണ് നമ്മൾ പലതരം പേരുള്ള അസിട്രോം, വാർഫറിൻ, അതുപോലത്തെ നോവാക്സിനൊക്കെ ഉണ്ട്. ഇത് കഴിക്കേണ്ട ആളുകൾ നിർത്തുമ്പോൾ സ്ട്രോക്ക് വരും. അപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ട മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തുകൊണ്ടാണോ നമുക്ക് സ്ട്രോക്ക് വന്നത് ആ കാരണങ്ങൾ വീണ്ടും വരില്ല എന്ന് ഉറപ്പ് വരുത്താം. ഈ ന്യൂറോ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. ഈ ന്യൂറോ ഹെൽത്തിന് നമ്മളിപ്പോൾ എക്സസൈസിനെ കുറിച്ചും ഈ ലൈഫ് സ്റ്റൈൽ മാറ്റുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും പ്രിക്കോഷൻസ് അല്ലെങ്കിൽ ഈ ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ മുൻകരുതൽ എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റുന്ന മുൻകരുതൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മൾ വിറ്റാമിൻസ് അങ്ങനെ എന്തെങ്കിലും കൂടുതൽ? വേറെ നമ്മൾ റീഹാബിലിറ്റേഷനെ കുറിച്ച് പറയും. കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ബാക്കി റീഹാബിലിറ്റേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം. അതായത് ഇവർക്ക് പലതരം തെറാപ്പീസ്, ഫിസിയോതെറാപ്പി, കൈയിൻ്റെ ബലം കൊടുക്കാനുള്ള തെറാപ്പികൾ, സ്പീച്ച് തെറാപ്പി, ഇറക്കാനുള്ള സോളോ തെറാപ്പി, ഒക്കുപേഷൻ തെറാപ്പി, ഇങ്ങനെ പലതരം റീഹാബിലിറ്റേഷൻസ് തന്നെ. അതുപോലെ റോബോട്ടിക് തെറാപ്പി ഉണ്ട്. അപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ ഇതിൻ്റെ കൂടെ തന്നെ വരികയാണെങ്കിൽ അഥവാ സ്ട്രോക്കിൽ നമുക്ക് ഫുൾ ചികിത്സ ആദ്യം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇതുവഴി അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഫിസിയോതെറാപ്പി അതുപോലത്തെ റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് വഴി. വേറൊന്നാണ് നമ്മുടെ ന്യൂറോ ഹെൽത്ത് എന്ന് ചോദിച്ചല്ലോ. അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലാണ് ന്യൂറോ ഹെൽത്ത്. അല്ലാതെ പ്രത്യേകിച്ചൊരു വൈറ്റമിൻ കൊടുത്തുകൊണ്ടോ, പ്രത്യേകിച്ചൊരു ടോണിക് കൊടുത്തുകൊണ്ടോ, പ്രത്യേകിച്ചൊരു ബൂസ്റ്റർ അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യുന്ന സാധനമൊന്നുമില്ല. പക്ഷേ ജനറലിയാണ് ഈ പറഞ്ഞത്. പക്ഷേ പല ആൾക്കും പലപ്പോഴും ഹോർമോണിൻ്റെ തകരാറുണ്ടാവും. ചിലർക്ക് ഈ തൈറോയ്ഡ് കുറവായിരിക്കാം, കൂടുതലായിരിക്കാം. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾക്ക് അതിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് അതിന് മരുന്ന് ആവശ്യമായി കൊടുക്കാം. ചില വൈറ്റമിൻസ് കുറവുണ്ടാവും. ഉദാഹരണം പറയാം, വൈറ്റമിൻ B12, B6, B1 അങ്ങനെ വൈറ്റമിൻ്റെ കുറവുണ്ടെങ്കിൽ അത് നമ്മൾ റീപ്ലenish ചെയ്യാം. ചിലർക്ക് പ്രോട്ടീൻ കുറവായിരിക്കും, അപ്പോൾ അത് കൊടുക്കുക. അതുപോലത്തെ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ നിർബന്ധമായി ട്രീറ്റ് ചെയ്യുക. അതല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ബ്രെയിൻ ഹെൽത്തിൻ്റെ പാർട്ടാണ്. നല്ല ഉറക്കം കിട്ടണം, എക്സസൈസ് വേണം, ഇതേമാതിരി പോസിറ്റീവ് ഔട്ട്ലുക്ക് വേണം. മനസ്സിലായില്ലേ? അതൊരു വായിക്കണം. പൊതുവേ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എല്ലാവരും ഒരു പ്ലഷർ സീക്കിംഗ് ആണല്ലോ. പരമാവധി കയ്യിൽ പൈസ ഉണ്ടാവുന്നു, പരമാവധി ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മദ്യം, മയക്കുമരുന്നുകൾ, സിഗരറ്റ്, അമിതമായ ഭക്ഷണം, ഇത് 4 ആയിരിക്കുമല്ലോ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ഈ 4 ഏതാണ്? നമ്മൾ ഈ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്മോക്കിംഗ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകും. സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 40 ബീഡിയോ അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്ട്രോക്ക് വരാൻ ചാൻസ് വളരെ 10 times ആണ്. പെർ ഡേ വലിക്കുന്നതാണോ വല്ല? അല്ലെങ്കിൽ പെർ ഡേ. ഓക്കെ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഹാർട്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രഷർ കൂടുതലുണ്ടെങ്കിൽ ഒരു 2 to 4 times കൂടുതലാണ്. ഭക്ഷണത്തിൻ്റെ ക്രമീകരണം തെറ്റി ഷുഗർ വരുമ്പോഴും ഇതേമാതിരി ഒരു 9 times കൂടും. ആൾക്കഹോളും തന്നെ, പല ആൾക്കും ആൾക്കഹോൾ ഒരു ജെ ഷേപ്ഡ് കർവ്. ജെ എന്ന് വെച്ചാൽ എന്താ, നമ്മളിപ്പോൾ ഇങ്ങനെയല്ല വരിക, ഫസ്റ്റ് കുറയും പിന്നെ കൂടും. ഇനീഷ്യൽ ഡോസിൽ ചിലപ്പോൾ ഹെൽത്തിന് നല്ലതായിരിക്കാം ഇനീഷ്യൽ ഡോസിൽ. പക്ഷേ ഇത് ആക്ച്വലി ആൾക്കഹോൾ ഒരു മരുന്നാണ്. ഒരു മരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ എന്താ പറ്റുക, ആദ്യത്തെ മരുന്നിൽ കുഴപ്പമില്ല, ഉഷാറായിരിക്കും. പിന്നെ അത് മരുന്ന് എഫക്റ്റ് കുറയും, പിന്നെയും കുറയും. പിന്നെ നമുക്ക് ആ എഫക്റ്റ് കിട്ടണമെങ്കിൽ കൂടുതൽ ഡോസ് ചെല്ലണം.
അതുകൊണ്ട് തന്നെ ആൽക്കഹോൾ ആദ്യം കുറയുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ കൂടും. ഇപ്പോൾ ബി പി കുറയുന്ന ആൾ ബി പി കൂടും, ഹാർട്ടിൻ്റെ പ്രശ്നം ഇമ്പ്രൂവ് ചെയ്യുന്ന ആൾ ഹാർട്ടിൻ്റെ പ്രശ്നം ബുദ്ധിമുട്ടാവും. അങ്ങനെ ഒരു നെഗറ്റീവ് എഫക്റ്റാണ് ആൽക്കഹോൾ വരിക. അപ്പോൾ ഈ പ്ലഷർ സീക്കിംഗ് ഡ്രഗ്, അതുപോലത്തെ പല MDMA, അതുപോലത്തെ പലതരം മരുന്നുകൾ, ഇവരൊക്കെ എന്താ ചെയ്യുക വെച്ചാൽ കറക്റ്റായിട്ട് രക്തക്കൊലിനെ ബാധിക്കും. രക്തക്കൊലിനെ ബാധിക്കുമ്പോൾ രക്തക്കൊലി പൊട്ടാം, അതിന് സ്പാസം വരാം, അതിൽ രക്തോട്ടം കുറയുകയും ചെയ്യുക, അല്ലെങ്കിൽ ഹാർട്ടിന് മിടിപ്പിൽ വ്യത്യാസപ്പെടുത്താം. ഈ അരിത്മിയാസ് അറിയും, പലതരം ഹാർട്ടിന് കാറ്റക്കോളമിൻ റിലീസ് വന്നിട്ട് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, ഹാർട്ടിലെ പലതരം അപകടകരമായിട്ടുള്ള മിടിപ്പുകൾ വന്ന് ഹാർട്ട് അറ്റാക്ക് വരാം, മരണം വരെ സംഭവിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഉപയോഗം കൊണ്ട്, അപ്പോൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് അത് തന്നെ ആയിരിക്കും. ഞാൻ അതിൻ്റെ ഒരു മിനിമം പറയുകയാണ്, കാരണം എല്ലാവരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരില്ലല്ലോ, വളരെ കുറച്ച് ആളുകളല്ലോ. പക്ഷേ ആ കൂട്ടത്തിൽ സ്മോക്കിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ. ആൽക്കഹോൾ മോശമല്ല. പിന്നെ അതുപോലെ MDMA ഒക്കെ ഉണ്ടെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ 100% അവർക്ക് ഒരു അസുഖം കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ നമ്മുടെ ഭക്ഷണത്തിലെ ക്രമീകരണങ്ങൾ, എക്സസൈസ് ഇല്ലായ്ക, ഇതെല്ലാം പിന്നെ നമ്മൾ മനസ്സിലാക്കാൻ, നമ്മൾ എപ്പോഴും നമ്മൾ ഈ ഭക്ഷണം പ്ലഷർ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ എക്സസൈസ് തന്നെ ഒരു പ്ലഷറബിൾ ഇവൻ്റാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് ഈ ഡോപ്പമൈൻ കണ്ടെത്തുന്നുള്ളത് അല്ലേ? ഈ ഡോപ്പമിന് ശരിക്കും ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഞാനൊക്കെ രാവിലെ എണീറ്റ് ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്യുമ്പോൾ അന്ന് വൈകുന്നേരം വരെ എൻ്റെ ലൈഫ് സെറ്റാണ്. അതായത് നമുക്ക് ചെയ്യാനുള്ള ഒരു എൻഡോർഫിൻസ് അറിയും, നമ്മുടെ ബ്രെയിനിനകത്ത് ഒരു ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കും. ഈ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുന്ന ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, നമ്മളെല്ലാം വളരെ ലളിതമായിട്ട് കാണും, കോംപ്ലിക്കേഷൻ ഉണ്ടാകും, നമ്മുടെ ഫ്രസ്ട്രേഷൻ കുറയും. കാരണം രാവിലെ തന്നെ ഫുൾ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് അതിൽ നമ്മൾ എന്തൊക്കെ ഫ്രസ്ട്രേഷൻ നമുക്ക് ഉണ്ടാകാൻ പോകുന്നു അതെല്ലാം അതിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് എക്സസൈസ്. അതുപോലെ തന്നെ വേറൊന്നാണ് നല്ല കറക്റ്റായുള്ള ഭക്ഷണം, കറക്റ്റായുള്ള ഉറക്കം, കറക്റ്റായുള്ള ഫ്രണ്ട്ഷിപ്പ്, സോഷ്യൽ ആക്ടിവിറ്റീസ്, വായന ശീലങ്ങൾ, ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഈ ഭക്ഷണമോ സിനിമയോ ടൂറോ മാത്രമല്ല, അതൊക്കെ താൽക്കാലികമാണ്. അതൊക്കെ ഇത് സ്ഥിരമായി നമുക്ക് എൻഡോർഫിൻ ഉണ്ടാക്കുന്ന കുറച്ച് ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ഔട്ട്ലുക്ക്, ഒരു ഓപ്റ്റിമിസ്റ്റിക് വേ ഓഫ് ലൈഫ്. ഡോക്ടർ ഇപ്പോൾ ഒരു 10-20 വർഷത്തെ ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസിലും ഒരു വേഴ്സ്റ്റ് കണ്ടീഷനിൽ പെട്ടെന്ന് റിക്കവറായ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോഡൽ ഇതിൽ ഈ സ്ട്രോക്ക് ട്രീറ്റ്മെൻറ്റിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാൻ പറ്റുന്നുണ്ടോ? ധാരാളം ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഏകദേശം ഒരു 10 വർഷം മുമ്പ് രാത്രി 11:30 എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നൊരു കോള് വരുന്നത്. ഒരു 45 വയസ്സുള്ളൊരു ലേഡി ബോധമില്ലാതെ വന്നിട്ടുണ്ട്, കൈയും കാലും കുഴഞ്ഞിട്ടുണ്ട്, ഒന്നുമില്ല, ഒരു ബോധമില്ല, ഇൻറ്റുബേറ്റ് ചെയ്യേണ്ടി വരും, അതായത് വെൻറ്റിലേറ്റ് ചെയ്യേണ്ടി വരും, ആ ലെവലിലുള്ളൊരു പേഷ്യൻ്റ്. അപ്പോൾ അന്ന് നമുക്ക് IV ത്രോംബോലിസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ IV ത്രോംബോലിസ് അലിക്കാനുള്ള മരുന്ന് 4.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ കൊടുക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് അത് 6 മണിക്കൂർ ഇപ്പോൾ പല സ്റ്റഡിയിലും കൊടുക്കാമെന്നാണ്. അപ്പോൾ ഞാൻ ഈ പേഷ്യൻറ്റിനെ ഞാൻ മനസ്സിലൂടെ എന്താ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. പക്ഷെ എന്നാലും അന്ന് ഞാൻ ആൻജിയോഗ്രാം മറ്റേ ഈ ന്യൂറോ ഇൻ്റർവെൻഷൻ ട്രെയിൻഡ് ആയിരുന്നു ഞാൻ അന്ന്. അപ്പോൾ നമുക്കെന്നാലും വേണമെങ്കിൽ ഒരു ക്ലോട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന മരുന്ന് അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ക്ലോട്ട് വലിച്ചെടുക്കാം എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ട്. പക്ഷെ അന്ന് പ്രൂവ്ഡ് അല്ല, ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും 2 കൽപ്പിച്ച് അവരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒരു ട്രയൽ നോക്കാം, പക്ഷേ കുറേ ആൾ രക്ഷപ്പെടും, എല്ലാവരും രക്ഷപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മളത് ചെയ്തു കഴിഞ്ഞപ്പോൾ ആൾ ഫുള്ളി നോർമലായി. അവർ ബാക്ക് ടു ലൈഫ്. അവർ കംപ്ലീറ്റ് കയ്യും കാലും കുഴഞ്ഞ് ഡീസർബ്രേറ്റ് ചെയ്ത്, കണ്ണൊന്നും ഇളകുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല, ഇറക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിൽ നിന്ന് 100% നോർമലായി. ഇതുപോലത്തെ ഒന്നല്ല, കുറേ രോഗികൾ. അപ്പോൾ ഇതാണ് നമ്മളെ ശരിക്കും നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു ഇത്. അത് ഇതുപോലത്തെ രോഗികളുടെ അവരുടെ പ്രാർത്ഥന ആയിരിക്കാം, അവരുടെ ബ്ലെസ്സിങ്സ് ആയിരിക്കാം. ഇതുപോലത്തെ കുറേ ആളുകൾ, ഒന്ന് പറഞ്ഞാൽ അതുപോലത്തെ 100 കണക്കിൽ രോഗികൾ. ഈ ബ്രെയിൻ ഡെത്ത് ഇതുമായി ഒക്കെ ബന്ധപ്പെട്ടതാണ്, ഈ സ്ട്രോക്കുമായി ബ്രെയിൻ ഡെത്തിന് ബന്ധമുണ്ട്. ബ്രെയിൻ ഡെത്ത് വെച്ചാൽ ബ്രെയിൻ്റെ എല്ലാ ഫങ്ഷൻസും ഇല്ലാതാവും, അതാണ് ബ്രെയിൻ ഡെത്ത്. അപ്പോൾ ബ്രെയിൻ ഡെത്തിന് ഇതേമാതിരി ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ മരുന്നുകളോ അല്ലെങ്കിൽ പല കാരണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ സ്ട്രോക്ക്, എൻസെഫലൈറ്റിസ്, ബ്രെയിൻ ഉണ്ടാകുന്ന ക്ഷതം, ട്യൂമർ, ആക്സിഡൻറ്റ്, പല കാരണങ്ങളുണ്ടും ബ്രെയിൻ ഡെത്ത് വരാം. പക്ഷേ അതുപോലെ വേറൊരു സംഭവിച്ചാൽ ഒരു പേഷ്യൻറ്റിനെ കുറച്ച് വർഷം മുമ്പ് ബ്രെയിൻ ഡെത്തിൻ്റെ എല്ലാ ലക്ഷണമായിട്ട് ഞാൻ കണ്ടു. അതായത് നമ്മൾ പ്യൂപ്പിൾ റിഫ്ലെക്സ് ഇല്ല, ഐ മൂവ്മെൻ്റ് ഇല്ല, ഒരു റിഫ്ലെക്സ്, ബ്രെയിൻ സ്റ്റെം റിഫ്ലെക്സ് എന്നറിയും, അതൊന്നുമില്ല. ഹാർട്ട് നമ്മൾ വെൻറ്റിലേറ്റഡ് ആണ് പേഷ്യൻറ്റ്. ബി പി ഇങ്ങനെ നമ്മൾ മരുന്ന് കൊടുത്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഒരു റെസ്പോൺസും ഇല്ല. ക്ലിനിക്കലി ബ്രെയിൻ ഡെഡ് ആണ് പേഷ്യൻറ്റ്, ക്ലിനിക്കലി ബ്രെയിൻ ഡെഡ്. അപ്പോൾ നമുക്ക് 2 ദിവസം നോക്കി, അപ്പോഴും ക്ലിനിക്കലി ബ്രെയിൻ ഡെഡ് ആണ്.
നമ്മൾ മരുന്ന് കൊടുത്തുകൊണ്ടും വെന്റിലേറ്റ് ചെയ്തുകൊണ്ടും ആൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ബൈസ്റ്റാൻഡേഴ്സിനോട് പറഞ്ഞു, ഇനി നമ്മൾ കൂടുതൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, ബ്രെയിൻ ഡെത്തിൻ്റെ എല്ലാ ഇതും കാണുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ വെന്റിലേഷൻ റിമൂവ് ചെയ്ത് നോക്കാമെന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു, സാറേ ഒരു ദിവസം കൂടെ നോക്കാമെന്നാണ്. അങ്ങനെ ഒരു ദിവസം കൂടെ നോക്കിയപ്പോഴേ ആൾ ഫുൾ നോർമലായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ അത്ഭുതങ്ങൾ ധാരാളം ഇത് വരാറുണ്ട്. അതിന്റെ ഒരു കാരണം എന്തായിരിക്കും ഇത്തരം നമുക്ക് ക്ലിനിക്കലി ഫൗണ്ട് ചെയ്യാൻ പറ്റാത്ത? അത് ചില കാര്യങ്ങൾ, ചിലപ്പോൾ ചില മരുന്നുകൾ ഇയാൾ കഴിച്ചിട്ടുണ്ടാവും. ചില മരുന്നുകൾ കഴിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് പ്രൊലോങ്ഡ് ആയിരിക്കും. ഷുഗർ കുറഞ്ഞു പോകുക, അത് പ്രൊലോങ്ഡ് എഫക്റ്റ് ഉണ്ടാവും. അതുപോലെ ഹൈപ്പോതേർമിയ, ചില ആൾക്ക് ഇലക്ട്രിക് ഷോക്ക്, അതുപോലത്തെ ഡ്രോണിങ്, അതുപോലെ തന്നെ നമ്മൾ ഈ മഞ്ഞിൽപ്പെട്ട ആളുകൾ, ഇവരൊക്കെ ബോഡി താൽക്കാലികമായിട്ട് എല്ലാം ഫ്രീസ് ആയിരിക്കും, അവർ റീകവർ ചെയ്യാം. പക്ഷേ കോമൺ അല്ല, പക്ഷേ സംഭവിക്കാം. ഞാൻ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൂടി നമ്മൾ സാധാരണ എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ചില ആളുകൾ രോഗികളോട് പറയാറുണ്ടല്ലോ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്, അങ്ങനെ ഒരു എഫക്റ്റ് ശരിക്കും ഈ ട്രീറ്റ്മെൻറ്റിലുണ്ടോ? ഉണ്ട്. അതായത് ഞാൻ ഓരോ പേഷ്യൻറ്റിനെ ചികിത്സിക്കുമ്പോഴും പ്രാർത്ഥിക്കും. എന്താ വെച്ചാൽ നമുക്കൊരു പരിധി വരെ ഇതിൻ്റെയൊക്കെ ഇതേ ഉള്ളൂ. കാരണം ഇതൊരു പല ആൾ നേച്ചർ എന്ന് പറയും, ചില ആൾ ഗോഡ് എന്ന് പറയും. എന്തായാലും ഒരു സംഭവം ഇവിടെ ഉണ്ട്, അതിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്നിപ്പോൾ ഞാൻ നിനക്കൊരു മരുന്ന് തരുന്നു, ഞാൻ വേറെ ആൾക്ക് കൊടുക്കുന്നു, ഒരാൾ ഇമ്പ്രൂവ് ചെയ്യുന്നു, ഒരാൾ ഇമ്പ്രൂവ് ചെയ്യുന്നില്ല, ഒരേ മരുന്നാണ് കൊടുത്തത്, ഒരേ അസുഖമാണ്. എന്തുകൊണ്ടാണ്? അത് ഈ ശരീരത്തിൻ്റെ നേച്ചർ, അല്ലെങ്കിൽ സോ കോൾഡ് നേച്ചർ, ശരീരത്തിൻ്റെ നേച്ചറും വരാം, ഈ വേൾഡിലെ ഒരു നേച്ചറും വരാം, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു മഹാശക്തി അത് അവിടെ ഉണ്ട്. അത് നമുക്ക് നോ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ ഞാൻ നീക്കൊരു തന്നു, എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകുന്ന അതേ സംഭവം മറ്റാൾക്കും വരണം, പക്ഷേ അത് സംഭവിക്കുന്നില്ല. അതിൽ ചില ആൾ പെട്ടെന്ന് ചെസ്റ്റ് പെയിൻ വന്ന് ഹാർട്ട് അറ്റാക്ക് മരിക്കുന്നു, കുറേ ആൾ മരിക്കുന്നില്ല. അതുപോലെ ഒരു ഓപ്പറേഷൻ ചെയ്ത് ചില കുറേ ആൾ രക്ഷപ്പെടും, ചില ആൾ രക്ഷപ്പെടുന്നില്ല. 100% രക്ഷപ്പെടുന്നു എന്ന് വിചാരിച്ച ആൾ ചിലപ്പോൾ പിറ്റേന്ന് മരിച്ചു കിടക്കുന്നതാണ്. ഒരു തരത്തിലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ച ആൾ രക്ഷപ്പെടുന്നതാണ്. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ഈ സ്പിരിച്വലായിട്ടുള്ള ഒരു പവർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിൻ്റെ കൂടി ഭാഗമാണ്. അതെ, സ്പിരിച്വൽ പവറും ഇതിൽ. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പണ്ട് കുറച്ച് വർഷം മുമ്പ് ഒരു 70 വയസ്സുള്ള സ്ത്രീ പക്ഷാഘാതമായിട്ട് എൻ്റെ അടുത്ത് വന്നു, കുഴഞ്ഞു കിടക്കുകയാണ്. ഇവർ അടുത്ത ആഴ്ച ഹജ്ജിന് പോകണം. അപ്പോൾ ഇവർ പറയും ഞാൻ പോവും, ഈ അപ്പോഴേക്കും എൻ്റെത് സുഖാവുന്നു. അപ്പോൾ ഞാൻ ഇത് സുഖാവും പോകണില്ല, നമുക്കറിയാം. കാരണം നമ്മളൊന്നും സ്ഥിരം ഇതുപോലത്തെ രോഗികളെ കാണുമ്പോൾ നമ്മൾ പറയാം ഇവർ ശരിയാകാൻ പോകുന്നില്ല, നമുക്ക് ഉള്ളിൽ, പക്ഷേ അവരോട് പറയില്ല, പറഞ്ഞാൽ നോക്കാമെന്ന് പറയും. പക്ഷേ ഈ രോഗി ഹജ്ജിന് പോയി, ഈ കുഴഞ്ഞു കിടക്കുന്ന ഹജ്ജിന് പോയി തിരിച്ചു വന്നു, ഒരു ഇമ്പ്രൂവ് ചെയ്തു. ഇതുപോലത്തെ അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതുകൂടി, വിൽ പവർ ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ സ്പിരിച്വാലിറ്റി റിയലാണ്. ഒരിക്കലും അത് നമ്മൾ കുറച്ച് കാണേണ്ട കാര്യമില്ല. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ടാണ് പറയുന്നത്. അതിൽ എന്താണ് അതിൻ്റെ ഫാക്ടർ വരുന്നത് നമുക്കറിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മുടെ മെൻ്റൽ പവർ, നമ്മുടെ ഔട്ട്ലുക്ക്, നമ്മുടെ ഈ എൻഡോർഫിൻസ്, നമ്മുടെ ഈ ഡോപ്പമിൻ ലെവലൊക്കെ ഇതിൽ കറക്റ്റായിട്ട് കണക്റ്റഡ് ആണ്. എവിടെ എങ്ങനെ കണക്റ്റ് ആയെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗുഡ് ഹെൽത്താണ് ഗുഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതെ. അപ്പോൾ താങ്ക് യു ഡോക്ടർ. താങ്ക് യു.